നമ്മുടെ ആചാര്യൻ ഡോക്ടർ ധർമ്മരാജയർ സാറിനും അദ്ദേഹത്തിൻ്റെ പത്നിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിലുള്ള എല്ലാ പേർക്കും പ്രണാമം. പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ സമാരംഭിക്കുകയായി. ഗുരുപ്രണാമം എന്ന ഈ വിദ്യാർത്ഥി സംഗമം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി വാണി ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴും വാണി വൈഭവമോഹിനി ത്രിജഗദാനാഥേ വിരിഞ്ചപ്രിയേ വാണി ദോഷം ആശേഷമാശു കളവാൻ നാവിങ്കലാതാധരം വാണിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വളരെ കാലം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വളരെ ലളിതമായ ഒരു ചടങ്ങിന് ശരിക്കും ഇന്നാണ് അതിന് മുഹൂർത്തമായത് എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്നെപ്പോലെ തന്നെ വളരെ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരാണ് എൻ്റെ മുൻപിലിരിക്കുന്ന വേദവേദാംഗ പരിഷത്തിൻ്റെ കുടുംബാംഗങ്ങൾ എന്നെനിക്കറിയാം. ആചാര്യൻ്റെ നിസ്വാർത്ഥമായ സേവനത്തിന് ശരിക്കും നമ്മൾക്കൊന്നും തിരിച്ചു കൊടുക്കാനില്ല സ്നേഹമല്ലാതെ. ആ സ്നേഹത്തിൻ്റെ ഒരു ഗുരുപ്രണാമമാണ് ഇന്ന് ഈ ചരിത്രമുറങ്ങുന്ന വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് നമ്മൾ നടത്തുന്നത്. ഇത് വളരെ ലളിതമായ ഒരു ചടങ്ങാണ്. ഇതിനകത്ത് അധ്യക്ഷനില്ല, സ്വാഗതമില്ല, ഒന്നുമില്ല. ആചാര്യൻ്റെ അനുഗ്രഹം മാത്രം. അതോടുകൂടിയാണ് നമ്മൾ ചടങ്ങ് വൈൻഡപ്പ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഈ ചടങ്ങിലേക്ക് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് എല്ലാവരും എത്തിച്ചേർന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ആമുഖമായി ചെറിയ കാര്യം മാത്രം പറയുന്നത്. നമുക്കറിയാം, സാറ് ഇത് ഒരു ഗുരുകുല വിദ്യാഭ്യാസമായി എല്ലാവരും കേട്ടിരിക്കുന്നതാണ്. ഇത് ആവർത്തന വിരസമാണെന്നും എനിക്കറിയാം. എങ്കിലും ഒരു ചെറിയ ആമുഖം പറയുമ്പോൾ അതിനൊരു തുടക്കം വേണം, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഗുരുകുല സമ്പ്രദായത്തിൽ സാറ് തുടങ്ങിയ അത് ഒരു ചട്ടക്കൂടിലേക്ക് എത്തിയത് 2000-ലാണ്. വേദവേദാംഗ ഗവേഷണ പരിഷത്ത് എന്ന ഈ നമ്മുടെ കൊച്ചു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഇന്ന് ശരിക്കും കേരളത്തിൽ മാത്രം എന്ന് ഞാൻ പറയില്ല, മുമ്പിൽ അതിന് സാക്ഷിയായി ഒരാളിരിപ്പുണ്ട്. ആഗോളതലത്തിൽ തന്നെ അതിന് വളരെയധികം പ്രസക്തി നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പം, മിസ്റ്റർ ബ്രൂണോ നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ ഇരിക്കുന്നത്. അതുതന്നെയാണ് ഒരു സാക്ഷി. സാർ ആദ്യം തുടങ്ങിയതും ഒരു വിദേശിയെ പഠിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ തുടങ്ങിയ ഈ സംരംഭമാണ് ഇന്ന് ശരിക്കും ഒരു 19 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഒരു യുവാവായി മാറിയിരിക്കുന്ന പരിഷത്ത്. ആ പരിഷത്തിന് ഒരുപാട് ചാബല്യങ്ങൾ ഉണ്ടാകാം. അത് ഒരു ബാലചാബല്യങ്ങളിൽ കൂടി കടന്ന് യൗവനത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് സാറ് നമുക്ക് ശരിക്കും 18 വയസ്സ് പൂർത്തിയായപ്പോൾ വോട്ടവകാശം നൽകിയതുപോലെ ഇന്ന് സാറ് ഈ ചടങ്ങിന് അനുമതി നൽകിയതിന് ആദ്യമേ സാറിന് ഒരു കരഘോഷത്തോടു കൂടി തന്നെ ഒരു നന്ദി പ്രകടിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ശരിക്കും ആശ അതിനുള്ള നിർദ്ദേശം നൽകും. ഗുരുപ്രണാമം എന്ന ഈ വിദ്യാർത്ഥി സംഗമം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആചാര്യനെ ബഹുമാനപുരസ്സരം ക്ഷണിക്കുന്നു. ഒപ്പം ഭദ്രദീപം കൊളുത്താനായി പരിഷത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശിവരാമ സാറിനെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുപത്നിയെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഗോപാലകൃഷ്ണ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പരിഷത്തിൻ്റെ സെക്രട്ടറി ഉഷ ചേച്ചിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറിൽ ഒരാളായ വിനിതയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ അനുദിനം പടപൊരുതി ജ്യോതിഷം എന്ന ശാസ്ത്രത്തെ തൻ്റെ ശിഷ്യ പരമ്പരയിലൂടെ ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏവരുടെയും മാർഗദീപം ആയ ശ്രീ ധർമ്മരാജയർ സാറിനെ ശിഷ്യരുടെ ആദര സമർപ്പണത്തിനായി ശിഷ്യരിൽ ഏറ്റവും മുതിർന്ന ഗോപാലകൃഷ്ണ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇത് പാറു അനിത മാഡത്തിൻ്റെ മകളാണ്. ഡിസംബർ 2 വിവാഹിതയാകുന്നു. അപ്പോൾ എല്ലാവരും മംഗളാശംസ ഇപ്പോഴേ അങ്ങ് നേർന്നേക്കുക. താങ്ക് യു. അനുഗ്രഹ പ്രഭാഷണത്തിനായി ആചാര്യനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദാംഗ ഗവേഷണ പരിഷത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നിൽപ്പ് നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ആദരപൂർവമുള്ള അതിശയോക്തികൾ നിറഞ്ഞ ധാരാളം വാക്കുകൾ ഇങ്ങനെ ചെവിയിൽ കൂടെ പോകുമ്പോൾ ഞാൻ ചെറുതാകുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഇത് നമ്മുടെ ഈ പ്രസ്ഥാനം കാരണമാണല്ലോ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതിൻ്റെ ആരംഭം തന്നെ അങ്ങനെയാണ്. ഒരുമിച്ച് ഇരുന്ന് ജ്യോതിഷം എന്ന ഒരു അറിവിൻ്റെ വിഭാഗമുണ്ട്. ചിലർ പറയുന്നു അന്ധവിശ്വാസമാണെന്ന്, ചിലർ പറയുന്നു അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നുവെന്ന്, ഇങ്ങനെ പലതരത്തിൽ പറയുന്ന ഒരു യാദൃച്ഛ്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് വെച്ചോളൂ. വളരെ കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ചർച്ച
രൂപം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ്. ഒരു നേരം പോക്കിന് എന്തെങ്കിലും സമയത്ത് ഉല്ലസിക്കുക എന്ന് പറയാനൊക്കില്ല, സമയം കൊല്ലാൻ ഉള്ള ചീട്ടുകളി പോലെയോ അല്ലെങ്കിൽ വാക്കിംഗ് പോലെയോ ഒക്കെയുള്ള ഒരു പരിപാടിയായിട്ട് അങ്ങനെ വളരെ എന്താ പറയുന്നത് നിയമങ്ങളും വ്യവസ്ഥകളും ഒന്നുമില്ലാതെ അങ്ങനെ തുടങ്ങിയ ഒരു രസകരമായ അനുഭവമായിരുന്നു ആ കാലത്തുണ്ടായിരുന്നു. അവിടെയുള്ള പലരും ഇവിടെയുണ്ട്. അന്ന് ആ ചർച്ചയുടെ ഫലമായിട്ട് അവസാനം ഒന്നും നമുക്കിങ്ങനെ പോരാ, നമുക്കിത് കുറച്ചുകൂടെ എല്ലാവരും അറിയത്തക്കവണ്ണം ഒന്ന് പ്രചരിപ്പിക്കുകയും കൂടി വേണം എന്നൊരു ഇതുണ്ടായി. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുകയും അവസാനം ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്, ഇവിടെ നോക്കിയാൽ ശരിക്കും കാണുന്നില്ല. സ്ഥാപക അധ്യക്ഷൻ ഉണ്ട്, ശ്രീ വിശ്വനാഥൻ. അദ്ദേഹമാണ് ഇതിൻ്റെ ആരംഭം തുടങ്ങിയത്. അങ്ങനെ കാരണം ഇത് കുറച്ച് വലുതാകുമ്പോൾ അവിടെ ചില നിയമവ്യവസ്ഥകളും ചില ചട്ടക്കൂടുകളും ഒക്കെ വരും. ആ സ്വാതന്ത്ര്യം, ആദ്യം ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നൊരു ശങ്കയും പലർക്കും ഉണ്ടായിരുന്നു. അവിടെ അന്നുണ്ടായിരുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഇവിടെയുണ്ട്. അത് അധികം താമസിയാതെ പെട്ടെന്ന് അതിന് ഒരു വികാസം ഉണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ഇതിനെ ഒരു ശാസ്ത്രമായിട്ട് കാണുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ആണെന്ന് വെറുതെ പറയുകയല്ല, അത് ആണ് എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അനുഭവത്തിൽ കാണുകയാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ വേണ്ട എന്ന് തന്നെയാണ്. എല്ലാവരും ഗവേഷകന്മാരാണ്. എൻ്റെ മുമ്പിൽ കാണുന്ന അനവധി ആളുകൾ ഇതിൽ ഇങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരിക്കലും അവരിതിനെ ഒരു ചൂഷണ മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അറിവില്ലായ്മയെ പ്രചരിപ്പിക്കുക എന്നുള്ള ഇപ്പോഴത്തെ ഒരു സമ്പ്രദായമുണ്ട്. വാസ്തവത്തിൽ ദുഃഖകരമാണ്. സമൂഹം വളരെയധികം വേദനപ്പെടുന്നുണ്ട് ഇതുകൊണ്ട്. അത് ഈ ചൂഷകന്മാരും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു കടമയല്ലേ ഇത്, ഈ സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത്. കുറേ ചർച്ചകൾക്ക് ശേഷം അത് ഏതാണ്ട് രൂപം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ക്രമേണ വികസിച്ച് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ചിലപ്പോൾ വഴി കൂടെ നടക്കുമ്പോൾ ഒരു മുള്ളൊക്കെ കാലിൽ കൊണ്ടുവന്ന് വരും. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൻ്റെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. കല്ലും മുള്ളും ചവിട്ടിയല്ലേ അങ്ങേയറ്റത്ത് പോകുന്നത്. അതുപോലെ കുറച്ച് കല്ലും മുള്ളുമൊക്കെ ചവിട്ടേണ്ടി വരും. അതൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ധൈര്യത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു എന്താ പറയണത് ഒരു സൈന്യം തന്നെ ഞാൻ എൻ്റെ മുമ്പിൽ കാണുകയാണ്. ഇത്രയും പേര് തന്നെ കൂടുതലാണ് വാസ്തവത്തിൽ. കാരണം നമുക്ക് വേണ്ടത് ഈ സത്യം ലോകം മുഴുവൻ അറിയണം. ഇന്ന് യഥാർത്ഥത്തിൽ ജ്യോതിഷം ഈ അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽപ്പെട്ട് കുടുങ്ങിയിരിക്കുകയാണ്. നമ്മൾ കാണുന്ന ഈ മാസികയും ഇതിനകത്തുമെല്ലാം ജ്യോതിഷം എന്നുള്ളത് നോക്കിയാൽ അതിനകത്ത് ജ്യോതിഷം കാണില്ല. ആ മാസികകളിൽ കുറേ പോളിറ്റിക്സാണ് കൂടുതൽ കാണുക. ഇപ്പോൾ വാട്സാപ്പിൽ, എല്ലാവരുടെയും വാട്സാപ്പിൽ 10-12 ജ്യോതിഷ ഗ്രൂപ്പുകളെ കണ്ടു. ഈ ഗ്രൂപ്പുകളിലും കാണുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അവസ്ഥ എന്ന് മാറും, ജ്യോതിഷം എന്ന് ശാസ്ത്രമാകും എന്നാണ്. ഒരു ചെറിയൊരു അവസരം ഉണ്ടായി. ഒരു യുക്തിവാദി സംഘത്തിൻ്റെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാറിനെ പറ്റി അറിഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒരു ചെറിയ വഴി മാറി വരുന്നുണ്ടോ എന്നൊരു സംശയം, അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു. കൊള്ളാം, വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് മുഴുവൻ അടിച്ച് തകർക്കണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല, എന്നാലും ആ സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഇതിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകന്മാരായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷാണ്, വളരെ പ്രസിദ്ധനാണ്, നല്ല ഒന്നാന്തരം ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ചുരുക്കി മാത്രം ഉത്തരം പറയുക ആദ്യം, അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് മറ്റ് ചോദ്യങ്ങളിലേക്ക് വരിക. ആദ്യം തന്നെ ചോദിച്ചത്, നമ്മളെ ഒരുതരം
പൂട്ടുക, അതാണ് വിലങ്ങ് വയ്ക്കുന്ന പോലെ ഒരു ചോദ്യമാണ്. ഇവൻ ചോദിച്ചതാണ്, ജ്യോതിഷം ഒരു ശാസ്ത്രമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ലക്ഷണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ സൂത്രത്തിലൊരു ചെറിയ പരിപാടി ചെയ്തു. ശാസ്ത്രമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്നും പറഞ്ഞു. അതിന് തുടർ ചോദ്യങ്ങൾ അതോടെ തീർന്നു. പിന്നെ കുറേ ഇങ്ങനെ ചോദ്യം ചോദിച്ച് ഞാൻ എൻ്റെ ശാസ്ത്രീയ വശം അങ്ങേർക്ക് പറഞ്ഞു. ഇവിടെ കുഴപ്പമെന്താ വെച്ചാൽ ശാസ്ത്രം ശാസ്ത്രമായിട്ട് കാണണം, ആ ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കണം. ഈ കുഴപ്പമാണ് നമ്മളിപ്പോൾ എന്താണ് ഇത്രയും കാലം കൊണ്ട് നമ്മുടെ അനുഭവം കൊണ്ട് കാണുന്നത്. ഇതെല്ലാം അറിവില്ലായ്മയല്ല, അതിനുവേണ്ടി നമ്മൾ മെനക്കെടുന്നില്ല. നമുക്ക് ആവശ്യം വെറുതെ കുറേ സംസ്കൃത ശ്ലോകം പറഞ്ഞ് ആളുകൾ കേൾക്കുന്ന ആളുകൾ ചുമ്മാ കേട്ടോണ്ടിരിക്കും. കാരണം പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അതുതന്നെ. എന്നിട്ട് ബാക്കി തോന്നിയാസം പറയുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് നീങ്ങുകയാണ്. അങ്ങോട്ട് ആ നീക്കം സമൂഹത്തിന് തീർച്ചയായും ദോഷം ചെയ്യും. ഈ ദോഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് പരിഷത്ത് മുമ്പോട്ട് നീങ്ങുന്നത്. അത് ഒരിക്കലും പ്രചരിപ്പിക്കില്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് കാണും. അതാണ് നമ്മളുടെ അതാണ് സത്യം, അതാണ് നമ്മളുടെ ലക്ഷ്യം. അത് അനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എന്താ പറയുന്നത്, ശാസ്ത്രജനങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് പരിഷത്ത് ഇതെല്ലാം പ്രിൻ്റ് ചെയ്ത് അങ്ങോട്ട് വിടുന്നില്ല, അല്ലെങ്കിൽ ഇത് മുഴുവൻ പ്രക്ഷേപണം ചെയ്യുന്നില്ല? പ്രക്ഷേപണം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടും കാര്യമില്ല, ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ, എന്നിട്ടും യാതൊരു ഫലവുമായില്ലല്ലോ. അത് നേർവഴിക്കല്ലല്ലോ പോകുന്നത്, ഇത്രയും പുസ്തകങ്ങളുണ്ടായിട്ടും. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. എനിക്ക് തോന്നുന്നത് 1000 പുസ്തകങ്ങൾ ഞാൻ എഴുതുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 10 പേരെ പഠിപ്പിക്കുന്നതാണ്, 10 പേരുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇതിലെല്ലാം വാസ്തവം പറഞ്ഞാൽ, ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കൊച്ചു കള്ളനാണ് ഈ കാര്യത്തിൽ. ഒരു ചെറിയ സ്വാർത്ഥത ഇതിനകത്തുണ്ട്. അത് അങ്ങനെ ശീലിച്ചു പോയി. കള്ളത്തരമൊന്നുമല്ല. ഈ സംഭാഷണങ്ങളിൽ നിന്ന് പൊതുവെ എവിടെ നിന്നാണെങ്കിലും അത് കൊച്ചു കുട്ടികളായിരിക്കും ചിലപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ വളരെ വിദഗ്ധന്മാരായിരിക്കും, അല്ലെങ്കിൽ വൈദഗ്ധ്യം ഇല്ലാത്തവരായിരിക്കും, എതിർക്കുന്നവരായിരിക്കും. ഇവരുടെ എല്ലാം വാക്കുകളിൽ ഒരുപാട് അർത്ഥമുണ്ടാവും. അത് വേണ്ടത് തപ്പിയെടുക്കണം, അത് സ്ട്രൈക്ക് ചെയ്യണം നമുക്ക്. ഇതാണ് അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ വാസ്തവത്തിൽ ഈ ചർച്ചകൾക്കിടയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് അങ്ങനെ ഒരു 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന പരിഷത്ത് അല്ല ഇന്ന്. അതിൻ്റെ ഒരു എന്താ പറയുന്നത് പദ്ധതി തന്നെ ഇങ്ങനെ ക്രമേണ മാറി വരുന്നതായിട്ട് നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അങ്ങനെ മാറി വരുന്നതായിട്ടറിയാം. നമ്മളുടെ ചർച്ചകളിൽ ആ മാറ്റം കാണാം. ആ മാറ്റങ്ങൾ തീർച്ചയായും സമൂഹത്തിനെത്തും, സമൂഹത്തിൽ തന്നെ എത്തും. ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. ഇത് ഞാൻ വാസ്തവത്തിൽ എന്തോ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ പറഞ്ഞു. ശരിക്കതാണോ ഗുരു? ആ ഗുരു ആണ് കാരണം എന്ന് പറയണതല്ല, തെറ്റിപ്പോയി. എൻ്റെ ഗുരുവിൻ്റെ കൺസെപ്റ്റേ അതാണ്. ഇതുപോലെ തന്നെ ഒരു വളരെ ചെറിയ ഒരു കാര്യമേ ഗുരുവിന് ചെയ്യാനുള്ളൂ. ഒരു മാർഗനിർദ്ദേശം ചെയ്യാം. നിങ്ങളിതാ ഇങ്ങനെ പോകൂ, അവിടെ എത്തും എന്ന് പറയുന്ന ആളാണ് ഗുരു. ആ മാർഗദർശനം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെയ്തതെല്ലാം ഞാനല്ല, നിങ്ങളാണ്. നിങ്ങളുടെ പ്രവർത്തനമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് വളരെയധികം മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയും. ഈ കാഴ്ച എനിക്ക് ഏറ്റവും ആഹ്ലാദകരമാണ്. നിങ്ങൾ കയറുന്നതോടൊപ്പം എനിക്കും കയറ്റം കിട്ടുന്നു. നിങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുന്നു. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്, യാതൊരു വ്യത്യാസവുമില്ല. പ്രായത്തിൽ കുറച്ച് കൂടിപ്പോയി എന്നൊരു കഷ്ടമുണ്ട്. ഇപ്പോൾ എന്തു ചെയ്യാം? അത് കാരണം ഇപ്പോൾ ഈ ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടുന്ന പോലെയൊക്കെ അലങ്കരിച്ചുകൊണ്ട് എൻ്റെ കല്യാണത്തിന് പോലും ഇങ്ങനെ ഒരു അലങ്കാരം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അതുപോലെ ഒരലങ്കരിച്ച് ഞാനിവിടെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഇവിടെ നിർത്തിയെങ്കിലും ഞാൻ ഇതിനിടയ്ക്കോട്ട് ഇറങ്ങി വരുന്നയാളാണ്.
അവിടുന്ന് തന്നെയാണ് കിട്ടേണ്ടത്. അങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ ഐക്യം തീർച്ചയായും ഈ പരിഷത്ത് കുടുംബത്തിന് എന്നും ഉണ്ടാവണം. എന്നും ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇത് തീർച്ചയായും ലോകപ്രസിദ്ധമാവും. ഇതിന് മറ്റൊരു ഉദാഹരണം പറയാം. റോയൽ സൊസൈറ്റി എന്നൊരു ശാസ്ത്രീയ കൂട്ടായ്മയുണ്ട്, ലോകപ്രശസ്തമാണ്, അതോറിറ്റേറ്റീവാണ് അവരുടെ ഇതെല്ലാം. ഇത് തുടങ്ങിയത് ഇതേപോലെ. ആ റോയൽ സൊസൈറ്റി തുടങ്ങിയത് എന്താണ് ഈ ഒരർത്ഥം വരുന്ന എ ഗ്രൂപ്പ് ഓഫ് ഇൻവിസിബിൾ മെൻ എന്ന് പറഞ്ഞുകൊണ്ട് 3-4 പേര് ചേർന്ന് വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് ഇരുട്ടത്തിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരുപാട് മഹത് കാര്യങ്ങൾ അവർ പിൽക്കാലത്ത് ഉണ്ടായി. അങ്ങനെയുള്ള മഹൽ കാര്യം തുടങ്ങിയത് ലോകത്തിൽ അനവധി ആളുകൾ ചേർന്നല്ല, വളരെ കുറച്ച് ആളുകളാണ് തുടങ്ങി വയ്ക്കുന്നത്. ആ തുടങ്ങി വെച്ച കാര്യങ്ങൾ പിൽക്കാലത്ത് അത് റോയൽ സൊസൈറ്റി ആയിട്ട് വളർന്നു. അതേപോലെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ ജ്യോതിഷത്തിൻ്റെ അവസ്ഥ ഇത് ഒരു കാര്യം നിങ്ങൾക്കെല്ലാവരും അറിയാവുന്ന കാര്യമാണ്. ഇത് ലോകമൊട്ടുക്ക് എല്ലാ നാടുകളിലും ഉള്ള ഒരു ശാസ്ത്രമാണ് ആയിരുന്നു, എല്ലാ നാടുകളിലും. പക്ഷേ ഓരോന്നിലും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ തോന്നുന്നതും ഇവിടെയെല്ലാം ഒരു കാര്യം നമ്മൾ കാണുന്നു. നമ്മൾ പലപ്പോഴും പറയും ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടായതാണ്, എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായതാണ്, അവിടുന്ന് മറ്റുള്ളവർ കൊണ്ടുപോയതാണെന്ന് പറയും. ഒന്നുകൂടി ചിന്തിക്കണം, ഇതാണോ ശരി അതോ മറ്റിടത്തുനിന്ന് നമുക്ക് വന്നതാണോ? തെളിവനുസരിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാണാനേ വഴിയുള്ളൂ. പലയിടത്തുനിന്ന് പകർന്നു പകർന്നാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം ഇവിടെ വന്നത്. ചെറിയൊരു കുഴപ്പം കാരണം ആ ശാസ്ത്രം വളർന്നില്ല. അതിനൊരു കാരണമുണ്ട്, നിങ്ങൾക്കറിയാം. ക്വാണ്ടിറ്റേറ്റീവായിട്ട് വളർന്നില്ല, അതായിരുന്നു കുഴപ്പം. പാശ്ചാത്യ ശാസ്ത്രം പടർന്ന് പന്തലിച്ചങ്ങ് പാഞ്ഞ് കയറി അങ്ങേ അറ്റം ചൊവ്വയിലേക്ക് വരെ നമ്മൾ ഫ്ലാറ്റ് കെട്ടാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ വളർച്ച എങ്ങനെ വന്നു? ഇത്ര ചുരുക്കം സമയത്ത് ക്വാണ്ടിറ്റേറ്റീവാക്കി ശാസ്ത്രം. എക്സ്പെരിമെൻറ്റ്സ് അതിന് മുൻതൂക്കം കൊടുത്തു. അനുഭവിക്കണം, എന്നാൽ മാത്രമേ ഇതെടുക്കുള്ളൂ എന്നുള്ള ഇത്. മറ്റതങ്ങനെ അല്ലായിരുന്നു. ചുമ്മാ ചർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച. അങ്ങനെയുള്ള ചർച്ചകൾ എങ്ങും അവസാനിക്കുന്നില്ല. മറ്റൊരെണ്ണം നമ്മുടെ അന്ധവിശ്വാസം തന്നെയാണ്. ഈ എഴുതിയിരിക്കുന്നവരെല്ലാം മഹർഷിമാരാണ് എന്നൊരു തെറ്റിദ്ധാരണ. പല മഹർഷിമാരും എഴുതിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം മഹർഷിയുടെ തനി രൂപം അങ്ങനെയാണ്. അപ്പോൾ അത് മഹർഷിയല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. എന്തിനാ ഇങ്ങനെ പറയണത്? ഈ പുസ്തകത്തിന് പ്രചാരം കൊടുക്കാൻ. എന്നിട്ട് ആ വാക്കിൽ മഹർഷി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരും അതിനെ എതിർക്കില്ല. ആ പേര് പറഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാം, തെറ്റ് പറയാം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ബാലിശമായ ഒരുപാട് മഹാന്മാരിത് പഠിച്ചിട്ടുള്ളതാണ്. എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നത് എങ്ങനെ അത് വന്നു എന്നെനിക്കറിയില്ല. ഈ ആയിരക്കണക്കിന് ആളുകൾ, ആയിരമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കൈകാര്യം ചെയ്തിട്ട് അവർക്ക് ഈ ചെറിയ മിസ്റ്റേക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട്? അതാണ് നമ്മുടെ അന്ധവിശ്വാസം. ഇന്ത്യയുടെ ചുവട്ടിക്കിടക്കുന്ന നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും അത് അറിഞ്ഞിട്ടില്ല. അടിമത്വ മനോഭാവമാണ്. നമ്മളെല്ലാം വളരെ നിസ്സാരം. തൊലി വെളുത്തവൻ മാത്രം വളരെ വലിപ്പം എന്നൊരെണ്ണം ഉണ്ടായിരുന്നു. അത് പോയിട്ടുണ്ടോ? ഇനിയും പോയിട്ടില്ല. നമ്മളുടെ ശാസ്ത്രം എന്തെന്നറിയാനുള്ള ഇതും വന്നിട്ടില്ല. അതെങ്ങനെ മെച്ചപ്പെടുത്തണം എന്നും വന്നിട്ടില്ല. ഏത് ശാസ്ത്രവും ഉണ്ടായി, അത് വളരും. ആ വളർച്ച നമ്മൾ വേണ്ട വിധം ശുശ്രൂഷിച്ചാൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ വരണത്. അങ്ങനെ വരേണ്ട അവസ്ഥയിൽ ഇത്തരം അതിന് വിരുദ്ധമായിട്ടുള്ള എന്ന് വെച്ചാൽ വാസ്തവം പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ഇതങ്ങ് തുടർന്നു. അവർ ഇത് കയ്യിലെടുത്തു. അപ്പോൾ തുടങ്ങി ലോകത്തിലെല്ലാം അധപ്പതനം ജ്യോതിഷത്തിന്. അങ്ങനെ ജ്യോതിഷം സത്യമല്ലാതെയായി. ജ്യോതിഷം അതുപോലെ തന്നെ അങ്ങേയറ്റം പറയാം എന്ന് വാദിക്കുന്ന ആരെങ്കിലും ഒന്ന് പറയട്ടെ. ജ്യോതിഷം കൊണ്ട് നിങ്ങളുടെ ആയുസ്, നിങ്ങൾ എന്ന് മരിക്കും എന്ന് പറയാം എന്ന് പറയുന്നു. പറയാമെന്ന് പറയുന്നേ ഉള്ളൂ. അങ്ങനെ പറയാം, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയും. ഒന്ന് പറയുന്നില്ല.
ഇതാണ് ഇങ്ങനെയുള്ള ഫാൾസ് ക്ലെയിംസ് അടിച്ചിറക്കി വിട്ട് ആളുകളെ കബളിപ്പിക്കുകയും ഇതെല്ലാം ഇത് ശുദ്ധമേ ഒരു മെറ്റീരിയൽ ശാസ്ത്രം തന്നെയാണ്. ഇതിനകത്ത് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണു, അത് ഇതൊന്നുമല്ല. അതിൽ പരാമർശമുണ്ട് ജ്യോതിഷത്തിൻ്റെ, പക്ഷേ വേദം എന്ന് വെച്ചാൽ ജ്യോതിഷമൊന്നുമല്ല. അത് ഈ ശാസ്ത്രം അതിൻ്റെ പോക്കിനങ്ങ് പോകുന്നു. വേദം എന്ന് പറയുന്നത് അറിവുകളുടെ കൂട്ടായ്മയാണ്. എല്ലാത്തരം അറിവുകളും ചേർന്നാണ്. അതിനകത്ത് ജ്യോതിഷവും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് അവർ ചെയ്തതെന്ന് നോക്കിയാൽ മതി. സമയവിശേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരാളുടെ അഭിപ്രായമാണ് ഇത് സമയവിവേകം എന്നാണ് ഇതിന് പേര് കൊടുക്കേണ്ടതെന്നുള്ളത്. ഈ തത്വം തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സമയത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതെങ്ങനെ അതിനെ ക്യാരക്ടറൈസ് ചെയ്യാം? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇതങ്ങ് പോയിട്ട് ഇപ്പോൾ നോക്കിയോളൂ, നിരപ്പ് പോവുകയാണെങ്കിൽ ഈ പറയുന്ന വ്യാഴഭഗവാനും ശനീശ്വരനും ഒക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നതാണ് ജ്യോതിഷം. വ്യാഴം ഭഗവാനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, അത് ഈശ്വരനുമല്ല. എവിടെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്, വ്യാഴഭഗവാൻ ഇതാ പകരുന്നു പോയി. അതിന് ഒരു ഹോമം ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ ചടങ്ങുകളൊക്കെ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വ്യാഴം പോവില്ല, തിരിച്ചു വരും എന്ന് നമ്മുടെ പൈസ പിടുങ്ങി കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരം മഠയത്തരങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. നമുക്ക് ഈ അറിവില്ലായ്മ വന്നാൽ നമ്മൾ അടിമകളായിരിക്കുമെന്നും അതാണ് നാരായണ ഗുരു പറഞ്ഞ വാക്യം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇങ്ങനെ മിനുങ്ങി വരും. അറിവിൽ കൂടി സ്വാതന്ത്ര്യം നേടൂ എന്ന്. അതാണ് ആ മഹാൻ്റേത്. അതാണ് നമുക്ക് വേണ്ടത്. ആ അറിവ് പരത്തണമെങ്കിൽ പരിശുദ്ധനെ പോലെയുള്ള ഇതിന് പറ്റുന്നുണ്ട്. യാതൊരു ഇതുമില്ല, ചൂഷണവുമില്ലാതെ തുറന്ന ഇതാണ്. ആർക്കും അവിടെ വരാം, ഇതിൽ അല്ലാത്തവർക്കും വരാം. എന്തുകൊണ്ട് നമ്മളിത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പലർക്കും അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്തില്ല എങ്കിൽ അതെന്തോ കുഴപ്പമാണ്, അല്ലെങ്കിൽ വേറെ ചില വാക്കുകളുണ്ട്, അതൊക്കെ പറഞ്ഞോട്ടെ. തുടക്കത്തിൽ ഇതൊക്കെ വരും. ഇങ്ങനെയുള്ള കൊച്ചു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ച് അവിടെയെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് അതിനെയെല്ലാം കടന്നിട്ട് വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാം തരം റോയൽ സൊസൈറ്റി തന്നെയാണ് ഇത്. റോയൽ തന്നെയാണ്. ആ മഹത്വം തീർച്ചയായിട്ടും കിട്ടും. ഇതെങ്ങനെയോ യാദൃച്ഛ്യമായിട്ട് എനിക്ക് വന്നു ചേർന്നതാണ്. ഞാനും ഇതൊന്നുമല്ല, ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ്. എങ്ങനെയോ വന്നുപോയി. നമ്മൾ മിക്കവർക്കും അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഒരു ദിവസം ഒരു ജ്യോതിഷ മന്ദിരം ഉണ്ടാക്കാനോ ഒന്നും തുടങ്ങിയിട്ടല്ല നമ്മൾ ആരും വന്നത്. നമ്മളിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹത്തോടെ വന്നവരാണ് ഇവിടെ ഉള്ളവരെല്ലാം. അതറിഞ്ഞു കഴിയുമ്പോൾ അവരിൽ തന്നെ ഇങ്ങനെയുള്ള വികാസം ഉണ്ടാവും. അങ്ങനെ ഇതിനെ മറ്റ് പലതുമായിട്ട് ബന്ധപ്പെടുത്തുകയും ഇല്ലാത്ത തരത്തിലുള്ള ചൂഷണ മാർഗങ്ങൾ എടുക്കുകയും ചെയ്യുന്നതൊന്നും ജ്യോതിഷമല്ല. ആ ജ്യോതിഷം വേറെ, ഇത് വേറെ. ഇന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആളുകളെ പ്രചരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ആളുകൾക്കത് ആദ്യം ഒരു രസം തോന്നും, പക്ഷെ അവസാനം മനസ്സിലാക്കും അതല്ല, തത് സത്. അതാണ് നമ്മുടെ മോട്ടോ, തത് സത്. ഇന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് യാഥാർത്ഥ്യം എന്തെന്ന് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അതിനിടയ്ക്ക് കോലാഹലങ്ങൾ വരും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇതൊക്കെ സ്വാഭാവികം. അല്ലാതെ എല്ലാവരുടെയും ജീവിതം ഒരേപോലെ അങ്ങനെ ഇരിക്കുമോ? ഒരിക്കലും ഇരിക്കില്ല. പക്ഷേ ഈ കൂട്ടായ്മ, അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. എന്തെല്ലാം ഭിന്നതകളോ കോലാഹലങ്ങളോ ഒക്കെ വന്നാലും അതെല്ലാം കഴിയുമ്പോഴും ഒരുമിച്ച് നമ്മൾ നിൽക്കും. ആ നിൽപ്പാണ് ഏറ്റവും ഇതായിട്ട് പഠിക്കുന്നത്. നമ്മൾ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് ഇവിടെയുള്ളവർ. പരസ്പരം വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണത്. ആ വേദിയിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ ശാസ്ത്രം ഉരുത്തിരിഞ്ഞ് കിട്ടുന്നത്. 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ജ്യോതിഷത്തെ പറ്റിയുള്ള അറിവല്ല എനിക്കിന്നുള്ളത്. കാരണം ആര് തന്നതാണ്? എനിക്ക് നിങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം അതാണ് അധ്യാപനം ചെയ്യേണ്ടത്. ഞാൻ തുടക്കം മുതലേ ജീവിതകാലം മുഴുവൻ അധ്യാപകനായിരുന്നു. ജോലി ചെയ്യാൻ തുടങ്ങിയ മുതൽ ഇപ്പോഴും അത് തുടരാൻ സാധിക്കുന്നു. അന്ന് മുതൽ ചെയ്ത ഒരേ ഒരു കാര്യം, എനിക്ക് ഒരു പക്ഷേ ഞാൻ വല്ലവരെയും ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്തിരിക്കാം. അങ്ങനെയുള്ള ചില ആളുകളുണ്ടായിരുന്നു. പ്രഗത്ഭമായിട്ട് പഠിച്ച വിഷയത്തെ പ്രസൻറ്റ് ചെയ്യാനുള്ള രീതി അത് അവരിൽ നിന്ന് കിട്ടി. ഭാഗ്യമാണെന്ന് പറയാം. എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല.
അതിനോട് കൂടി ഈ കുട്ടികൾ ഏറ്റവും ചവിട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹരിശ്രീ മുതലാണ്. അല്ലാതെ അവിടെ പോയിട്ട് ആദ്യം അവസാനത്തെ കാര്യം എല്ലായിടത്തും പറഞ്ഞിട്ട് അവരെ വിരട്ടുകയല്ല വേണ്ടത്. അങ്ങനെ കുട്ടികളായിട്ട് തന്നെ ഇരുന്ന് മേപ്പോട്ട് വരണം. ഒരിക്കലും അത് ഞാൻ ഈ അധ്യാപക വൃത്തിയിൽ ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, ഏതാണെങ്കിലും കയ്യും വീശിയാണ് പോവുക. എന്താണെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. ഇവിടെ നിന്നൊരു ഇങ്ങോട്ട് വായിച്ചിട്ട് അവിടെ പോയിട്ട് വായിക്കാം, ഒന്ന് ഇത് നോക്കിക്കൊണ്ട് അങ്ങനെ ഉറക്കെ വായിച്ചാൽ അത് അധ്യാപനമല്ല. അതല്ല വേണ്ടത്. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ആ മനസ്സിനകത്ത് ആ അനുഭവം ഉണ്ടാക്കണം. അങ്ങനെയാണ് ആ ബിൽഡിങ് അപ്പ്. അത് ആണ് പോരായ്ക എന്നുള്ളത് എനിക്ക് എങ്ങനെയോ ഒരു പിടികിട്ടി. അനുഭവം കൊണ്ട് തന്നെ കിട്ടിയതാണ്. അങ്ങനെ അങ്ങ് തുടർന്നു പോയി. ആദ്യം അല്പം അരോചകമായിരിക്കും. നമുക്കൊരു ശീലമുണ്ടല്ലോ, ശീലിച്ചതേ പാലിക്കൂ, യാഥാസ്ഥിതികത്വം. അവിടെയാണ് ആദ്യം നോട്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നോട്ടൊന്നും വെച്ചിട്ടില്ല. ഇല്ല, പിന്നെ എങ്ങനെ പഠിക്കണേ? അതിപ്പോൾ നോക്കിയോളൂ, വന്നിരുന്ന് അനുഭവിച്ച് നോക്കിയോളൂ, അപ്പോൾ അറിയാം. ഈ നോട്ട് എഴുതുന്നതിലാണ് കുഴപ്പം. നല്ല ഭംഗിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ കൊള്ളാം. നോട്ട് പഠിക്കുന്ന കാലത്ത് ഞാനും എഴുതിയിട്ടുണ്ട്. ഇത് വേറെ ഒന്നും കേൾക്കാനില്ല. പുസ്തകം എടുത്ത ഒരാളിങ്ങനെ വായിക്കും. പതുക്കെ വായിച്ചാൽ അത് നോട്ട്, കുറച്ച് സ്പീഡിൽ വായിച്ചു കഴിഞ്ഞാൽ ലെക്ചർ. ഇത് തന്നെ. ഇതിന് നമുക്ക് എന്തിനാണിത്? ഒരു അധ്യാപകൻ്റെ ആവശ്യമില്ല. ആ അധ്യാപകൻ്റെ ആവശ്യം അതാണ്. ആ ഇതിൻ്റെ ചുവട്ടിലുള്ള കാര്യം അവിടെ ഡെവലപ്പ് ചെയ്യുക, ഒരു വിത്ത് പാകുക എന്നുള്ളതാണ്. അത് പിന്നെ മുളയ്ക്കും, പതുക്കെ സ്വയമേ വളർന്നു വരും. ആ സ്വയം വളർച്ച അവർ കണ്ടെത്തണം. അതാണ് നമുക്ക് സാധിച്ചിരുന്നത്. ഈ രീതി തന്നെയാണ് നമ്മൾ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം എനിക്ക് പല ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇത് അനുഭവിച്ചവർ പല ആളുകളും ഇന്നില്ല. മഹത്തുക്കളായ കുറേ ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം പോയി. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ദുസ്വാതന്ത്ര്യമായിരിക്കാം, ചിലപ്പോൾ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിക്കും, ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ അനുവദിച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുത്തിങ്ങനെ വളർച്ച, ആ വളർച്ച, മാനസികമായ വളർച്ച നമുക്ക് അവരിൽ ഉണ്ടാക്കണം. ആ സ്വാതന്ത്ര്യബോധം അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ അറിവ് വളരെയധികം പ്രകാശിക്കുക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് അത് തന്നെയാണ് എനിക്കിവിടെയും കിട്ടുന്നത്. എങ്ങനെയാണോ തിയററ്റിക്കൽ കെമിസ്ട്രിയാണ് എൻ്റെ ഇഷ്ടവിഷയം. അതിൽ മഹാന്മാരായ ആളുകൾ, അതെ, വളരെ മഹാന്മാരായ ആളുകൾ ഇന്നുമുണ്ട്. അവർ എങ്ങനെ വളർന്നു വന്നു? ഇതുപോലെ തന്നെയാണ്. അത് ഗുസ്തി പിടിക്കും, ചിലപ്പോൾ കുറച്ച് ചെവിക്ക് പിടിക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ വേറെ. അതേസമയത്ത് ഐസ്ക്രീം വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കണ കാലത്ത് തന്നെ ഗവേഷണം തന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിക്കൊടുത്തു. അങ്ങനെ ഒരു മഹാഗുരുഭൂതൻ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ. പലരും കേട്ട് കാണും, NS വാര്യർ. ഇത്രയും ഇങ്ങരുടെ ആ ഐഡിയ, ഇങ്ങരുടെ ആ വിഷൻ അത്ഭുതകരമാണ്. പലതും പറയുമായിരിക്കാം. അതാണ്, അങ്ങനെയുള്ള ചർച്ചകളാണ് ഒരു പക്ഷേ എന്നെ ഞാനാക്കിയ ആളെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വാസ്തവത്തിൽ ഈ എൻ്റെ വിഷയമല്ല, നിങ്ങൾക്ക് തീരെ ഇതില്ലാത്ത ആളാണ്. പക്ഷേ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതിനുള്ള ഒരു പ്രകടനം അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് തുടങ്ങിയത്. ഈ തുടങ്ങിയത് തന്നെ അതേപോലെ തന്നെയാണ്. ഇതേമാതിരി ചില ആക്ടിവേഷൻ നമുക്ക് കിട്ടണം. ജ്യോതിഷ ഭാഷയെ പറഞ്ഞാൽ സൂര്യൻ വരണം. സൂര്യനാണ് ഇതിന് പ്രചോദനം കൊടുക്കുന്നത്, ആക്ടിവേറ്റർ എന്ന് പറയുന്നു. സൗരയൂഥത്തിലെ സൂര്യനെ പോലെ മതി. അത് കഴിഞ്ഞ് സൂര്യൻ വന്ന് നമ്മുടെ കൂടെ ഇരിക്കൊന്നും വേണ്ട, ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. അതങ്ങ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ ഡെവലപ്പ് ചെയ്യും. ആ ഒരു ഇതിലാണ് നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. അങ്ങനെ ഇത് വെൽ ബിഗണാണ്. ഇത് നിലനിൽക്കും. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും ഇത് തുടർന്ന് നിലനിൽക്കും. ഇത് ഒരിക്കലും ഇത് പോവില്ല. നമ്മുടെ പഴയ ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ച ഒരു മഹാൻ, എല്ലാ അറിവും ഉള്ള, പക്ഷേ യാതൊരു ഷോയും ഇല്ലാത്ത ഒരാൾ. അവരുടെ ഞാൻ ഒരു സംശയം ചോദിച്ചു, ഇത്രയെല്ലാം അറിവ് നിങ്ങൾക്കുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ വെറുതെ അത് ഉപയോഗിക്കുന്നില്ല, മറ്റാർക്കും കൊടുക്കുന്നില്ല, ചുമ്മാ ഇരിക്കുക? വേണ്ട എന്നാണ് പറയണത്. ആ അറിവ് അങ്ങനെ ഇരിക്കും. ഏതുപോലെ? അങ്ങനെ ഒരു ഉപമ പറഞ്ഞു.
ഈ കനലുണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പുറത്ത് ചാരം കൊണ്ട് അതിൻ്റെ തീ ആരും കാണുന്നേയില്ല, പ്രകാശം പരത്തില്ല, അങ്ങനെ ഇരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ചെറിയ കാറ്റ് വരാതിരിക്കുമോ? ആ കാറ്റ് വന്നു കഴിയുമ്പോൾ ചാരം അങ്ങ് പറന്നു പോയിക്കുമ്പോൾ ജ്വലിക്കാൻ തുടങ്ങും. അങ്ങനെ തനിയെ വരും, നമ്മൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല, സ്വയം വരും എന്നാണ് അങ്ങനെ പറയുന്നത്. അതിന് ചില താത്വിക വശങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. വലിയ ആളാണ് അദ്ദേഹം, ഇപ്പം മരിച്ചുപോയി. ഇതുപോലെ അത് ഈ നമ്മൾ അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പരസ്പരം ആശയവിനിമയം, അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റ് പലതിനും നമ്മൾ ചെയ്തിരുന്നു, പലതും നമ്മൾ നോക്കി അത് നമ്മൾ പലതും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, വെറുതെ അല്ല. ചില കാരണങ്ങളുണ്ട്, ചില തെറ്റിദ്ധാരണകളുണ്ടാവും ചില കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് നമ്മളിവിടെ പരിഷത്തിൽ എല്ലാ മാസവും ഒരു പൂജ നടത്തുമായിരുന്നു. ഇത് വാസ്തവത്തിൽ പലർക്കും അത് നിർത്തിക്കളഞ്ഞതിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ഉണ്ടായെങ്കിൽ ഒരു ചെറിയ, ഈ പൂജയെ അപമാനിക്കാനോ പൂജ പാടില്ല എന്നോ അല്ല, പക്ഷേ അതുമായിട്ട് ഈ ജ്യോതിഷത്തിന് ബന്ധമില്ല എന്ന് കാണിക്കാനായിട്ടാണ് നിർത്തിയത്. കുറച്ച് കാലം പറഞ്ഞതിന് ശേഷമാണ് നിർത്തിയത്. അങ്ങനെ അത് ചിലപ്പോൾ ചിലർ പറയും അങ്ങനെ നിർത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്ന്. അതിപ്പോൾ അല്ലെങ്കിലും ഉണ്ടാവും. പൂജയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അത് മറ്റൊരു അറിവിൻ്റെ വിഭാഗമാണ്, അതിന് അതിൻ്റേതായ ഇതുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ആര് വന്ന് ജാതകം കാണിച്ചാലും ആദ്യം ചോദിക്കുന്ന കാര്യം ഇതാണ്: എന്ത് പരിഹാരം ചെയ്യണം? ഒരു രോഗം വന്നാൽ എന്താ പരിഹാരം ചെയ്യണം? അടുത്ത ആശുപത്രിയുണ്ട്, അവിടെ പോവുക, അവർ പരിഹാരം എന്താണെന്ന് പറഞ്ഞു തരും. അല്ല, ജ്യോതിഷപ്രകാരം പരിഹാരമില്ലേ? ഇല്ല. അതാണ് ഇവരെല്ലാം പറയണത്, അതാണ്. ഇതിന് പരിഹാരമില്ല, അവശ്യം അനുഭോക്തവ്യം എന്ന് തന്നെ അറിവുള്ളവർ പറയണത്. അനുഭവിച്ചേ പറ്റൂ, അത് സ്വപ്നത്തിലെങ്കിലും അനുഭവിക്കാതിരിക്കില്ല, അങ്ങനെയാണ്. പിന്നെ ഈ ചെയ്യുന്നതോ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാൻ തന്ത്രിയുടെ ഇരിപ്പുണ്ട്, തന്ത്രിയോടൊരു കാര്യം പറയാൻ പോകേണ്ട, അതുമാതിരി. ഏതായാലും ആ ആൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് പറയാം. ഒരാൾ സുഖമില്ലാതിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ ഒരവസ്ഥയിലിരിക്കുകയാണ് ഇപ്പോൾ. ഒരു സ്ത്രീയാണ്. മനസ്സിൻ്റെ ഭയം ആണിപ്പോൾ ഉള്ളത്. ദിവസവും ഇപ്പോൾ വരുന്നതിന് മുമ്പും അരമണിക്കൂർ മുമ്പ് ഒന്ന് പ്രശ്നം വെച്ച് പറയണം. ഇതാണ് ഈ ചുമ്മാ ഈ മിനിറ്റിന് പ്രശ്നം വെച്ചിട്ട് എന്ത് കാര്യം? എനിക്ക് എപ്പോൾ പോകുമെന്ന് പറയണം. അങ്ങനെയൊന്നും കിട്ടില്ല. അതാണ് പറഞ്ഞത്, എല്ലാം പോയി കഴിഞ്ഞു, കാലം മാറിക്കഴിഞ്ഞു, നിങ്ങൾ ക്യൂവേഡ് ആയിക്കഴിഞ്ഞു, പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല, അതാണ് മനസ്സിൻ്റെ കുഴപ്പം നിങ്ങൾ പറഞ്ഞു. എന്നിട്ടും രക്ഷയില്ല. ഇങ്ങനെ പറഞ്ഞ് അരമണിക്കൂർ പറഞ്ഞപ്പോഴത്തേക്കും സമ്മതിച്ചു. അവസാനം ഒരു കാര്യം ചെയ്യാം, ഇതുകൊണ്ടൊന്നും നിൽക്കില്ല എന്ന് മനസ്സിലായി. ഞാൻ ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു തന്ത്രിയെ കാണും, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചരട് ജപിച്ച് ഞാൻ വാങ്ങിച്ചു വച്ചേക്കാം, നാളെ ഒന്ന് കെട്ടിക്കോളൂ. തീർച്ചയായിട്ടും പോകുന്നു. അതുകൊണ്ടൊരു ചരട് വേണം. ഇത് എന്താണെന്നറിയോ? ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണത്. ചിലർക്ക് അങ്ങനെ ആയാലേ പോവുള്ളൂ എന്നങ്ങ് മനസ്സ് വിശ്വസിച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഇയാൾ ഉറങ്ങേണ്ട ആവശ്യമില്ല, ഇയാൾ അല്ലാതെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് ഉറക്കം കുറവ് മതി, അത് കാരണം ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് ഉറങ്ങണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉറങ്ങില്ല. ഈ കുഴപ്പമാണ് പലർക്കും. ആ മാനസികമായ അവസ്ഥയുണ്ടല്ലോ, അവിടെ ആ സത്യാന്വേഷണ ചിന്ത അറിയണം. ഭയം എന്നുള്ളൊരു വികാരമുണ്ട്. ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട് തരുന്നതും അറിവില്ലായ്മ തരുന്നതും ആ ഭയമാണ്. നമ്മുടെ ഇടയ്ക്ക് തന്നെ പലർക്കും ഇതേമാതിരിയുള്ള കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ നമ്മുടെ പരിഷത്തിൽ തന്നെയുള്ള ഒരു അംഗമാണ്. ഇതേമാതിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തി മാറ്റിയതാണ്. ആ ഒരവസ്ഥയായിരുന്നു. യാദൃച്ഛികമായിട്ട് അയാൾ എങ്ങനെയോ ചുറ്റിക്കറങ്ങി അയാളുടെ പരിചയക്കാരിലായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു, 2 മണിക്കൂർ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കോമൺ ഫാക്ടറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയാതെ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ സൈക്കോളജിസ്റ്റൊന്നുമല്ല,
പക്ഷേ ഇവിടെയും ഇതെൻ്റെ ആവശ്യമുണ്ട്. ഒരാളെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ അല്പം സൈക്കോളജി പഠിച്ചിരിക്കണം. അത് എന്താ പറയണത്, അംഗശാസ്ത്രങ്ങളുടെ കൂടെ പെടുന്നതാണ്. എന്നാലേ അറിയുള്ളൂ. ചിലർ പറഞ്ഞ് വിശ്വസിക്കുകയില്ല ഒന്നും. അതുപോലെ ഇയാളുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കിടന്നിരിപ്പുണ്ടതാണ്. അതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അത് തിരിച്ച് പറഞ്ഞ് കുറച്ച് ദിവസം, ഒരു 5-6 മാസം ആയപ്പോഴും അതുവരെ ദിവസവും പിൽസ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിനെ നിർത്താൻ പറഞ്ഞു ടോട്ടലായിട്ട്. അത് കഴിച്ചുകൊണ്ടിരുന്നാൽ എന്നും കഴിക്കേണ്ടി വരും, അഡിക്ഷൻ ഉണ്ടാവും. അതിനെ ക്രമേണ നിർത്തിക്കഴിഞ്ഞു. അതൊക്കെ ഒരു കുഴപ്പമില്ല. ഇപ്പം മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ് പതുക്കെ തുടങ്ങി. അവിടെ നിൽക്കരുത്. അതാണ് അയാളെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തണം. അതിന് അയാൾക്ക് താല്പര്യമുള്ളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തണം. അങ്ങനെയുള്ളൊരു പ്രവർത്തനം കണ്ടെത്തി അയാൾക്ക് താല്പര്യം ഉണ്ടാവുന്നതാണ്. അത് പറഞ്ഞ് 2-3 സയൻസൊക്കെ അറിയാവുന്ന ആളാണ്. അങ്ങനെയുള്ള പ്രോജക്റ്റ് നോക്കി അയാൾക്ക് അതിലല്ല താല്പര്യം. ഒത്തിരി അത്യാഗ്രഹമുള്ള കൂട്ടത്തിലാണ്. ഐൻസ്റ്റൈനെ പോലെയുള്ളൊരു മഹാശാസ്ത്രജ്ഞനാവണമെന്ന് ആ ഉള്ളിൽ കിടപ്പുണ്ട്, പാവം. അതാണ്. അതിന് പലരും പറയും, നിങ്ങൾ ഈ ആദ്യം ഐൻസ്റ്റൈൻ ആവാൻ പോയാൽ പറ്റില്ല, പഠിച്ച വീട്ടിൽ തന്നെ കയറണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതല്ലേ വേണ്ടത്. അതുകൊണ്ടല്ലേ തനിക്ക് ഈ കുഴപ്പമൊക്കെ വന്നത് എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാതെ എല്ലാം കൂടെ വിട്ട് കഴിഞ്ഞാൽ പരീക്ഷ എഴുതി ഒരു താല്പര്യമുള്ളൊരു വിഷയത്തിൽ ഇൻട്രസ്റ്റ് ആക്കി അതിൽ പ്രശസ്തനാവാൻ പോകുന്നു. ഏതാണ്ട് ഇപ്പോഴും മനസ്സ് ശരിയായിട്ടില്ല. പഴയത് ഇടയ്ക്കിടയ്ക്ക് വരും. ഇങ്ങനത്തെ അവസ്ഥയാണ്. നമ്മളുടെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്താലേ കാണും. ഇവിടെയെല്ലാം വരുന്നത് അന്യോന്യ ചർച്ചകളിൽ നിന്ന് കിട്ടിയതാണ് ഈ വിഭാഗം. ഇപ്പോൾ കെമിസ്ട്രി തന്നെ ഒരാളുണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയാം, എൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ച ആളാണ്, ഡോക്ടർ CG രാമേന്ദ്രൻ നായർ. ഞങ്ങൾ ഒരുമിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. സ്കൂൾ മുതൽ അങ്ങനെയായിരുന്നു. അങ്ങനെ വന്ന കൂട്ടത്തിൽ കാര്യക്രമത്തിൽ വന്നപ്പോൾ അങ്ങനെ പലതും ഇതേമാതിരി ഒരുപാട് വായിക്കും. അങ്ങനെ വളരെയധികം വായിക്കുന്ന ആളാണ് ഇപ്പോഴും. അത് തന്നെ ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിലാണ് ഈ പറഞ്ഞ ജ്യോതിഷം ഉൾപ്പെടെ അവിടെ വന്നിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പലതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവിടെയൊക്കെ മിന്നിത്തിളങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം അങ്ങനെ അനുകൂലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പക്ഷേ എന്താണ്, ആക്ടിവിറ്റി കുറവാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. എന്നെക്കാൾ 2 വയസ്സ് കൂടുതലുള്ളതാണ്. ആരോഗ്യത്തിനൊന്നും കുഴപ്പമില്ല. ഈ സത്യം കണ്ടെത്തൽ എന്നുള്ള ഇതിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു പ്രചോദനം എനിക്ക് തന്നത് അവിടെ നിന്നാണ്. രണ്ടാമത്തത്, ഞാൻ ജ്യോതിഷം പഠിക്കാൻ വേണ്ടി യാദൃച്ഛികമായിട്ട് പോയപ്പോൾ ചുമ്മാതെ അവരെ ചീത്ത പറയാൻ വേണ്ടി പോയതാണ്. ഈ അന്ധവിശ്വാസം നാട്ടിൽ പരത്താൻ വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിമൻസ് കോളേജിലിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന കുറേ ചെറുപ്പക്കാരെല്ലാം ഉണ്ടായിരുന്നു. സാർ നമുക്ക് പോവാം, ജ്യോതിഷ ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഈ വയസ്സുകാലത്ത് അവരോട് വഴക്കുണ്ടാക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു. ഇല്ലല്ലോ, പറ്റൂല, എന്നാൽ ഞങ്ങൾ വരില്ല. അവരെന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. പിന്നെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയി. അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ ഭീകരമായൊരു കാഴ്ച. അതിലൊന്നും പറഞ്ഞ് നോക്കിയപ്പോഴൊരു ക്ലാസ് നടക്കണുണ്ട്. പഠിപ്പിക്കുന്ന ആളെ നോക്കിയപ്പോൾ ഈ അയ്യങ്കാർ ഇവിടെ ഇതുള്ള ഇസ്കോണിലെ ഒരാളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഇവരെല്ലാം വളരെ കൺസർവേറ്റീവ്സ് ആയിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ട്. ആണല്ലോ എന്ന് വിചാരിച്ചു. മനസ്സുമില്ലാതെ ചോദിച്ചു, ഞാൻ തന്നെ ചോദിച്ചു, ഇവരെല്ലാം ഇങ്ങനെ പറയുന്നു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പുറത്ത് നിൽക്കുക, ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. ഈ ജ്യോതിഷ ക്ലാസ് ആണോ എന്ന് ചോദിച്ചു. അതെ, ജ്യോതിഷ ക്ലാസ്സാണ്. നിങ്ങളെന്താ വന്നേ? ജ്യോതിഷം പഠിക്കാനാ. പഠിക്കൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ, അല്ല അതിന് വല്ല ഫോർമാലിറ്റി ഉണ്ടോ? പഠിക്കാൻ ഫോർമാലിറ്റി ഉണ്ടോ? പഠിക്കണം തോന്നിയാൽ പഠിക്കണം, അല്ലാതെ എന്ത് എന്ന് പറഞ്ഞു. അല്ല വല്ല ഫോം ഫില്ല് ചെയ്യുകയോ പൈസ അടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നോ? ഞാൻ വീണ്ടും പറയുകയാണ്, പഠിക്കണം എന്ന് തോന്നിയാൽ പഠിക്കണം, അല്ലാതെ ഫോർമാലിറ്റി അല്ലല്ലോ നോക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ ഒന്നുകൂടെ ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങളങ്ങ് കയറി എൻ്റെ കൂടെ കയറി ഒരൊറ്റയാൾ ഇപ്പോൾ ജ്യോതിഷത്തിലില്ല, അത് വേറെ. പക്ഷേ അവരൊറ്റ ദിവസം മനസ്സിലായി, കാണുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കരുതെന്ന്. ഞാൻ ആ രൂപം കണ്ടോണ്ട് തെറ്റിദ്ധരിച്ചു ഇദ്ദേഹം കൺസർവേറ്റീവാണെന്ന്.
അവിടെ അങ്ങനെ എടുത്തത് മറ്റ് പല പ്രഗത്ഭന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന പലരും ആ വേദിയിൽ തന്നെ വന്ന് ഓരോന്ന് കാണിക്കുമ്പോൾ ആദ്യം അവിടെ ബോർഡിൽ കുറേ ഒരു ശ്ലോകം എഴുതും, ഒരു പ്രാർത്ഥന എഴുതും, ഒരു മന്ത്രം പറയും, എന്നിട്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹം യാതൊന്നും ചെയ്തില്ല. അവിടെ ചേട്ടൻ മോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം തുടങ്ങിയത് അങ്ങനെയാണ്. അങ്ങനെ അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ശാസ്ത്രം തന്നെയാണ് എന്ന് മനസ്സിലായി. ഒരൊറ്റ ക്ലാസ് അദ്ദേഹമാണ് എൻ്റെ വഴികാട്ടി. മതി, എനിക്കത് മതി. അതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ നമ്മുടെ ഇടയ്ക്ക് തന്നെ ആളുകളുണ്ട്, നമ്മുടെ ശത്രുക്കളുണ്ടാവും, നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും. അതിൽ നിന്ന് കിട്ടണം. ഇങ്ങനെ കിട്ടും നമുക്ക്. ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് എൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത്. അവിടെ നിന്നെല്ലാം എനിക്ക് കിട്ടും. അങ്ങനെ യാദൃച്ഛികമായിട്ട് വന്ന് ചേരുന്നതാണ്. ഇത് ദൈവാനുഗ്രഹം കൊണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ നമ്മൾ പറയാം, എന്ത് വേണേൽ പറഞ്ഞോളൂ. പക്ഷേ നമ്മുടെ അനുഭവം എപ്പോഴും ഇങ്ങനെയാണ്. വേണ്ട സമയത്ത് വേണ്ടത് വരും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും എന്നാണ്. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. അങ്ങനെ തന്നെ വരുന്നൊരു കാര്യമാണ്. അതിനിടയ്ക്ക് ഒരു പക്ഷേ എനിക്ക് എന്താണ് വേണ്ട വിധം എന്ന് വെച്ചാൽ അല്പം കൊള്ളരുതായ്മ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ ഞാൻ എൻ്റെ കുടുംബത്തെപ്പറ്റി ശരിക്കും നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെ, പലപ്പോഴും ഞാൻ ജ്യോതിഷം പഠിക്കാൻ തുടങ്ങിയപ്പോഴേ ഒരുപാട് ലേറ്റാവും. നേരത്തെ ഞാൻ ഇറങ്ങിപ്പോവും, വീട്ടിൽ നിന്ന് പോവും. അത് കഴിഞ്ഞ് പണ്ടും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ വന്നപ്പോഴും ഒരുപാട് ലേറ്റായി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ജ്യോതിഷ ബുക്സൊന്നും കാണാനില്ല. മനസ്സിലായി, ഒന്നും പറഞ്ഞില്ല, പോയി. പക്ഷേ അധികം താമസിക്കുന്നതിന് മുമ്പ് ഈ ബുക്കെടുത്ത് വലിച്ചെറിഞ്ഞ ആൾ ഇരുന്ന് പഠിച്ച് അതിലൊരു പരീക്ഷ പാസ്സായി. അതാണ് അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കണം. അത് ഉപയോഗിക്കുന്നില്ല, അത് വേറെ. ഉപയോഗിക്കണം, അത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കണം. അതിങ്ങനെ നമ്മുടെ മനസ്സിലകത്ത് ഇങ്ങനെ കിടക്കുകയും വേണം. അങ്ങനെയാണെങ്കിലേ അതിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അതിന് ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. ചിലർക്ക് ഇങ്ങനെയാണ്, അനവധി കാര്യങ്ങളിൽ ഒരുമിച്ച് താല്പര്യം ഉണ്ടാകുന്നവരുണ്ട്. ഇത് ആർക്കും പറ്റുമെന്നാണ് പറയണത്. ഇവിടെ ഈ ട്യൂഷൻകാരൊക്കെ എടുക്കുന്നല്ലോ, 80% കൂടുതൽ മാർക്കുള്ളവർക്ക് മാത്രമേ ട്യൂഷൻ എടുക്കുള്ളൂ എന്ന്. കൊള്ളാം. പിന്നെ എന്തോന്നിനാണ് മാർക്ക് കുറഞ്ഞവനല്ലേ ട്യൂഷൻ എടുക്കാൻ വരുന്നത്? അവരെ എടുക്കില്ല. 80% കൂടുതലുണ്ടെങ്കിൽ എടുക്കാം. ഇതാണ് നമ്മുടെ നാട്. നമുക്ക് വേണ്ട അതല്ല. വെറും ഇതാണ് വഴി കിടക്കുന്ന കല്ല് പെറുക്കി അതിനെ മിനുക്കി നമ്മൾ ശില്പം ഉണ്ടാക്കുന്നവരാണ്. അതിനെയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാൻ ഉള്ളൊരവസരം തീർച്ചയായിട്ടും ഇവിടെയുണ്ട്. ഈ പരിഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. ഒരൊറ്റ ആൾ പോലും മറിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ അതിൽ കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. മുമ്പോട്ട് തന്നെ പോകും. ആ പുരോഗതി അത് തന്നെയാണ് വേണ്ടത്. ഞാൻ പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്, നാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. അറിവിൽ കൂടി സ്വാതന്ത്ര്യം നേടൂ. നമ്മൾ ഈ ഭാഗമാണ് പിടിച്ചത്. ഇതുപോലെ മറ്റ് ഇതും കൂടെ ഉണ്ടാവും. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ പരീക്ഷ പാസ്സാവുന്നതിലല്ല. അവിടെയെല്ലാം ഒരുപാട് കുഴപ്പമുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ആ ഒരു വിദ്യ എന്ന് പറയുന്ന മഹത്തായ ഒരെണ്ണമുണ്ട്. അതിന് അനേകം ശാഖകളുണ്ട്. അതുമാണ് ഈ നമ്മുടെ മറ്റൊരാളിവിടെയുണ്ട് നിങ്ങളുടെ മുമ്പിൽ. പണ്ട് മുതലേ പരിഷത്തിൻ്റെ ഏറ്റവും അംഗമായിട്ടുള്ള ആളുണ്ട്. ജ്യോതിഷമൊക്കെ പഠിച്ചു, എല്ലാം കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം അല്പം തന്ത്രം വശമുള്ള ആളാണ്. ഇങ്ങനെ തന്ത്രം വശമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ചെയ്യൂല. അദ്ദേഹത്തെ ഒരു ദിവസം ഒരുമാതിരി കഴുത്തെ പിടിച്ച് തള്ളി പറഞ്ഞയച്ചതാണ്, ഒരു ഗണപതി ഹോമെങ്കിലും ചെയ്തു കൊടു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതറിയണം, അത് ഞാൻ പ്രശംസിക്കുകയല്ല. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു തന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം. ഒരു അനാചാരങ്ങളിലും ഉൾപ്പെടില്ല. ശുദ്ധമായ ശാസ്ത്രം മാത്രം അറിയുന്നയാളാണ്. അങ്ങയുടെ മുമ്പിൽ ശാസ്ത്രത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഉണ്ട്, ലൈബ്രറിയിലായിരിക്കണം, നോക്കണം. അല്ലെങ്കിൽ അങ്ങേർക്ക് തന്ത്രമുള്ള അനവധി ക്ഷേത്രങ്ങളുണ്ട്. എവിടെ പോയാലും
ഇദ്ദേഹമാണെന്ന് പറയും. എങ്ങനെ വന്നു? ഈ അധ്വാനത്തിൻ്റെ അതിൽ തന്നെ അങ്ങ് വന്നതിൻ്റെ ഫലമാണ് അങ്ങർക്ക് കിട്ടിയത്. അതുപോലെ പ്രവർത്തനം നിങ്ങളെല്ലാവരിലും വരും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പാണ്. ഇത് കിട്ടിയത് പോവില്ല. കാരണം നിങ്ങൾ സ്വയം കണ്ടെത്തിയതാണ്. അതാണ് വാസ്തവം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ ആദരിക്കുന്നതിൻ്റെ പുറകിൽ. അല്ലാതെ എന്നെ ആദരിക്കരുത്, എന്നെ ആദരിക്കണ്ട, എന്നെ നിങ്ങളുടെ കൂടെ ഒരാളായിട്ട് വിചാരിച്ചാൽ മതി. ഇതുപോലെയുള്ള എല്ലാവരിൽ നിന്നും കിട്ടുന്ന അറിവാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആ അറിവിൻ്റെ ഇത് നമ്മൾ മരണം വരെ നമ്മൾ തുടരും, എല്ലാവരും തുടരും. അല്ലാതെ ഇത് പകുതിയിൽ നിൽക്കില്ല, എന്ത് വന്നാലും നിൽക്കില്ല. ആ വഴിക്ക് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. അത് തീർച്ചയായും അടുത്ത തലമുറക്കാരെ മനസ്സിലാക്കണം. അവരതിനെ ഇമ്പ്രൂവ് ചെയ്യും. അതാണ് പണ്ടുള്ളത്. എല്ലാം ശരിയാണെന്ന് വാദിക്കരുത്. പണ്ടുള്ളതെല്ലാം ആവർത്തിക്കുക എന്നുള്ളൊരു ചടങ്ങ് നമ്മൾ ചെയ്യും. പഴയ വസ്തുവാണ്, അതിൽ പറഞ്ഞത് ശരിയാണ് എന്നുള്ള വിചാരം കളയണം. അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ഒരു വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടാൽ കഴുകിക്കളയണം. അങ്ങനെ അഴുക്കുള്ളതാണ് നമുക്ക് ധാരാളം കാണുന്നത്. അതിന് മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ആ മാറ്റങ്ങൾ ശരിയാണെങ്കിൽ ശരിയാണ് എന്ന് പറയാൻ നമുക്ക് ധൈര്യം വരണം. അതൊരു കുറച്ചിൽ എന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്. ഇപ്പോൾ പലരും പറയണ പോലെ എൻ്റെ അന്ധവിശ്വാസം ശരി, നിങ്ങളുടെ അന്ധവിശ്വാസം തെറ്റ് എന്നാണ് പലരും പറയുന്നത്. അത് വേണ്ട. അന്ധവിശ്വാസങ്ങൾ എപ്പോഴും അന്ധമാണ്. അത് തെറ്റാണെന്ന് ഒരാൾ കാണിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കണം. അതിനുള്ള മനസ്ഥിതി ഉണ്ടാവണം. ആ മനസ്ഥിതി തീർച്ചയായും പരിഷത്തിൽ കൂടി കടന്നുപോയവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ നിലനിൽക്കും. നിങ്ങൾ ഇന്ന് ഒരു അലങ്കാരത്തോടു കൂടി നെറ്റിപ്പെട്ടൊക്കെ കെട്ടിച്ച് ഒരു കൊമ്പനാനെയും പിടിയാനെയും ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ എന്താ പറയണത്, ഒരു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയണേ അനുമോദനത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് ഞാൻ എടുക്കുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പഠിക്കുകയാണ്. നിങ്ങളിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരം ഉണ്ടാക്കി തന്നതിന് എല്ലാവരോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമല്ല. എന്നും പരിഷത്തിനോട് കടപ്പെട്ടവൻ തന്നെയാണ് ഞാൻ. പരിഷത്ത് എന്നുള്ളൊരു ഭാഗമായി. ഇനി വേറെ ഏതെങ്കിലും വിദ്യാവിഭാഗത്തിൽ ഞാൻ കയറിയില്ല എങ്കിൽ എന്നാലും ഇത് പോവില്ല. ഇതിൽ ഉറച്ചു തന്നെ നിൽക്കും. അങ്ങനെ ഉറച്ചു നിൽക്കുന്നതും ഇതിനെ ഉറച്ചു നിർത്തുന്നതും വരുന്ന തലമുറയുടെ ചുമതലയാണ്. അവരാണത് ഏറ്റെടുക്കുന്നത്. തീർച്ചയായും ഏറ്റെടുക്കാൻ ആളുകളുണ്ടാവും. ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് മുമ്പോട്ട് തന്നെ നയിക്കും. അതിന് സംശയിക്കേ വേണ്ട. ഇത് ലോകപ്രസിദ്ധമായ ഒന്നായിത്തീരും. നമ്മളുടെ ഫെസിലിറ്റീസ് കുറവായിരിക്കും, പക്ഷേ നമ്മളുടെ ആ മനസ്സിൻ്റെ ആ ദൃഢനിശ്ചയമുണ്ടല്ലോ, അത് മുമ്പോട്ട് തന്നെ പോവും. മുമ്പോട്ട് തന്നെ എല്ലാവർക്കും കൊണ്ടുപോകാൻ എന്താ പറയുക, ഇവിടെ പ്രാർത്ഥിച്ചില്ലേ, ആ ദൈവാനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. നിങ്ങൾക്കുണ്ടാകുന്ന പോലെ അതിൻ്റെ കൂടെ ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. ഇതാണ് യഥാർത്ഥ അനുഗ്രഹ പ്രഭാഷണം. നമ്മൾ പല ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് അനുഗ്രഹം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം നിങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. ഇത് മനസ്സിൽ സൂക്ഷിക്കുക. ഇപ്പം നമ്മളൊക്കെ ഒരു കുടുംബത്തിലുള്ളവരാണ്. കുറച്ച് കാലമേ ആയുള്ളൂ. 6 പതിറ്റാണ്ടായിട്ട് സാറിൻ്റെ ഒപ്പം ജീവിക്കുന്ന ആളാണ് അമ്മ. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ സാറിനെ കുറിച്ചുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും കേൾക്കണം. എന്താ പറയണ്ടേന്ന് എനിക്ക് ഒരു രൂപവും ഇല്ല. എന്നാൽ ഒരുപാട് പറയണമെന്ന് മനസ്സിൽ തോന്നുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷവും സംതൃപ്തിയും. ഇത്രയും പേരെ പരിചയപ്പെടാനും നിങ്ങളുടെ കൂടെ ഞാൻ ജ്യോതിഷ ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരെയും പ്രത്യേകം അറിയാം. അത്ര പേരെ അറിയാം. അതുപോലെ സാറ് ഒരു ഗുരുവിനെ പോലെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എനിക്കൊരു ഗുരുജിയെ കിട്ടിയിട്ടുണ്ട്. നാരായണീയം, ഭഗവത്ഗീത ഇതൊക്കെ പഠിച്ച് അവരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സാറിനെ കിട്ടിയതുപോലെ എനിക്കും ഇതുപോലെ ഇത്രയും നല്ലൊരു സദസ്സ്, വലിയൊരു സന്തോഷം പങ്കിടാൻ സാധിച്ചതിൽ. എന്നും ഇതുപോലെ എല്ലാവരും നല്ല യോജിപ്പായിട്ട് ജ്യോതിഷം നന്നായിട്ട് വളരട്ടെ
എല്ലാവർക്കും അതിലൊരു നല്ല പങ്കുണ്ട്, പ്രയത്നമുണ്ട്. ഓരോ വിജയദശമിക്കും നമ്മളത് കാണുന്നു, അനുഭവിക്കുന്നു. അത്രയ്ക്ക് മേൽ എല്ലാം നല്ല ആരോഗ്യമായിട്ട് പരിഷത്ത് വളരട്ടെ. എല്ലാം നന്ദി. നമ്മളോടൊപ്പം ഒരു ഫോറിനറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതുവരെയും നമ്മുടെ മാതൃഭാഷയിലാണ് സംസാരിച്ചത്. സാറ് അദ്ദേഹത്തിന് വേണ്ടി ആംഗലേയ ഭാഷയിൽ ഒന്ന് സംസാരിക്കും. നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു. ഞാൻ ജ്യോതിഷം നമ്മൾ തുടങ്ങിയതിൻ്റെ ആരംഭത്തിൻ്റെ കാര്യം പറഞ്ഞു. നോ, ദിസ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എ പർട്ടിക്കുലർ പ്ലേസ്, a particular language, a particular religion, nothing like that. And that also happened. I have started my teaching a foreigner. Not that I invited, but some or other. I was not a astrologer, I was not teaching astrology also. But that lady came and simply began. That was the first experience of teaching astrology. And then came excellent astrologers like my friend Bruno from Switzerland and a few others also, especially Mr. Bruno. He is, every year he will be here, you would have seen, all of you know him, and he has learned every part of astrology in this sense, scientific sense. That is what he is doing. Not for anything, that is it. Just learning for that sake. Just getting that information. Nothing else. He is like that. He has no possession. A true Brahmin, that is what he is. A true Brahmin will not have any possession. He does not have anything. He has only just a baggage. Anywhere, that is it. So, freedom, that is it. And he knows not only astrology, many, many, many things. This is what I told at the beginning. You get liberty by learnedness. Learn something. Knowledge. Through knowledge, you become liberated. That is what he is doing. That is the example. He is really healthy, mentally, physically, and spiritually he is. He knows more spirituality than anyone, one of us, we are here. About Indian spirituality, he knows much better than us. That is the way he does. No other thing. Always he will be learning. That is it. And all new techniques of learning he will give. That is the person. It is a pleasure to see him with us always. You lead and we will follow. That is it. And let us now listen to Bruno. Yeah, I don't know what to say. To Guruji for giving me the opportunity to study with him, to be together with him, and to learn about his way of doing astrology, his way of facing the client, his way of interacting with people. That has been a great inspiration for me, because such an opportunity as I have with him is really not easy to find. And I greatly thankful to be able to have this opportunity to be in India together with him every day and watch him doing his art. So I want to end with this episode. I thank everybody that is here.
great astrologer and a great human being. Thank you very much. സദയം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. ഈ കൂട്ടായ്മ എന്നും ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. അന്യോന്യം നമ്മൾ ഒരുമിച്ച് സാറ് പറഞ്ഞതുപോലെ അസ്ട്രോളജിയുടെ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ചടങ്ങുകൾ ഇവിടെ നമുക്ക് സമാപിക്കാം.